ഹായ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കെട്ടിയോനെയും കൂട്ടിയിട്ട് ഒറ്റയ്ക്കൊരു മോർണിംഗ് ഡ്രൈവ് പോകണമെന്ന്. പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേന് എഴുന്നേറ്റ് വന്ന് ഒരുക്കി ലേറ്റാവും. ഇതിപ്പോൾ പിള്ളേർ കുറേ നാളായി പറയുന്നു അച്ചയ്ക്ക് ഓഫുള്ളൊരു ദിവസം അവരെ സ്കൂളിൽ കൊണ്ടുവിടണമെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിള്ളേരെ ഒരുക്കി സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ഞാനും വിനുവണ്ണനും കൂടെ അജ്മാൻ ഫിഷ് മാർക്കറ്റിലോട്ട് പോവുകയാണ്. സമയം 7 ആകുന്നതേ ഉള്ളൂ കേട്ടോ, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ തണുപ്പും കൂടെ ആകുമ്പോഴത്തേന് വെട്ടമൊക്കെ വരാൻ ഇത്തിരിയും കൂടെ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഇത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളേ. അപ്പോൾ നമ്മുടെ അജ്മാൻ ഏരിയയിൽ കൂടെ പോകുമ്പോൾ നേരത്തെ ഇവിടെ പണിയൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഏരിയ കാണാനായിട്ട് ഇപ്പോൾ കേട്ടോ. പഴയതുപോലൊന്നും അല്ല, ഒത്തിരി മാറ്റം വന്നവിടെ. പകുതി ഭാഗവും ഒരു ദുബായ് മോഡലായിട്ടുണ്ട്. നേരത്തെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഇതിലേ പോകുവാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഭയങ്കര ട്രാഫിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിലേ പോകാനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അജ്മാൻ ഫിഷ് മാർക്കറ്റിലോട്ട് പോകുന്നത്. അതുകൊണ്ട് വഴിയൊക്കെ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആകെ എല്ലാം മാറിയപ്പോഴത്തേന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങൾ റൂട്ട് മാപ്പൊക്കെ ഇട്ട് അങ്ങ് പോകുവാണ്. ഇതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ് കേട്ടോ. ഇത് അങ്ങേ സൈഡിലാണ്. നമുക്ക് യു ടേൺ അടിച്ച് വേണം വരാനായിട്ട്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്തോ പണി നടക്കുകയാണ്. ആ പാർക്കിംഗ് ഒക്കെ റെഡിയായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ നല്ല ഇതായിട്ടില്ല കണ്ടോ. അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി നന്നായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മളവിടെ കയറ്റി പാർക്ക് ചെയ്തു. ഇത് കണ്ടോ, ഇതാണ് അവിടുത്തെ ബാക്ക് സൈഡിൻ്റെ വ്യൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര ഒച്ചയും ബഹളമാണ് കേട്ടോ. അവിടെ ഈ മീനൊക്കെ ലേലത്തിനൊക്കെ വിളിച്ച് വിൽക്കത്തില്ലേ, അതുപോലെയാണ്. നമുക്കും വേണേൽ അങ്ങനെ മേടിക്കാം, ബാർഗെയിൻ ചെയ്തൊക്കെ നമുക്ക് മേടിക്കാം. പക്ഷേ ഭയങ്കര വലിയ മീനാണ് കേട്ടോ. അത്രയും വലിയ മീനൊന്നും നമുക്ക് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. വലിയ ചെറിയ മീനൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആളുകളൊക്കെ മീനൊക്കെ രാവിലെ കൊണ്ടിടുന്നതേ ഉള്ളൂ. അപ്പം അവിടെ ഫിഷ് മാർക്കറ്റിലെ ആൾക്കാർ ഇവിടുന്ന് ബാർഗെയിൻ ചെയ്ത് മേടിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കുന്നത്. ഷാർജ ഫിഷ് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ പെർമനൻ്റ് ആയിട്ടൊരു പ്രൈസ് ഇട്ടിട്ടുണ്ട്. ആ പ്രൈസിൽ വേണം നമുക്ക് മേടിക്കാനായിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിലയൊക്കെ കുറച്ച് തരും കേട്ടോ. അതുകൊണ്ട് ഇത്രയും വലിയ മീനുകളാണ് അവിടെ. അതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് മേടിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് വരും. പിന്നെ മുഴുവനായിട്ടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഈ ക്യാമറ ആയിട്ട് നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കും. അപ്പം ഞാൻ പയ്യെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ അതങ്ങ് മാറ്റിയേ. നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. നമ്മൾ 1 കിലോ മത്തിയും പിന്നെ ഒരു വലിയ കാളാഞ്ചിയുമാണ് മേടിച്ചത്. പിന്നെ അത്രയും മതിയായിരുന്നു. നമുക്ക് ഒരുപാട് മീനൊന്നും വേണ്ട, കാരണം ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ അത് തന്നെ അവർ തന്നെ അത് കട്ട് ചെയ്യാനായിട്ട് അവിടെ കൊണ്ട് കൊടുത്തേ. നമുക്ക് കട്ട് ചെയ്യുന്നതിനും വേണേൽ ബാർഗെയിൻ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല, കാരണം ആകെ ഇത്രയും മീനേ ഉള്ളൂ. പിന്നെ ഇത്തിരി പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനായിരുന്നു, അതുകൊണ്ട് നമ്മളത് ബാർഗെയിൻ ചെയ്യാനായിട്ടൊന്നും നിന്നില്ല. അപ്പം ഞങ്ങളത് ആ മീൻ വെട്ടാൻ കൊടുത്തിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് ഓർത്ത് ഇവിടെയാണ് നമ്മൾ ആദ്യം വന്ന് നിന്നത് കേട്ടോ. അവിടെയൊക്കെ ക്ലീനാക്കി വരുന്നതേ ഉള്ളൂ എല്ലാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, മണി 7 ആയതേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടുത്തെ പണികളൊക്കെ നടന്ന് വരുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ചുമ്മാ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കാരണം ആ സൂര്യൻ ഉദിച്ച് വരുന്നതും പിന്നെ വെള്ളത്തിൻ്റെ ആ ഓളങ്ങൾ ഇങ്ങനെ ആകുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടെ 3 സെക്ഷനായിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ജസ്റ്റ് അവിടെ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തങ്ങ് വിട്ടതേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ചെറിയൊരു വെജിറ്റബിൾ മാർക്കറ്റും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്തില്ലേ, ഫ്രണ്ട് ഏരിയയാണ്. ഇതിലേക്കൂടെ നടന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ചെറുതായിട്ടൊരു വെജിറ്റബിൾ മാർക്കറ്റും ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് ഷോപ്പുകളൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു, ഞങ്ങൾക്കറിയില്ല, കാരണം അതൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉള്ളേ. ഇവിടുന്ന് നമ്മൾ 1 ലിറ്റർ മറ്റേ കരിമീൻ ജ്യൂസ് മേടിച്ചു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ കരിമീൻ ജ്യൂസിനകത്ത് നമ്മുടെ ഇഞ്ചിയും നാരങ്ങായും ഒക്കെ ഇട്ട് അടിച്ച് ഞാൻ കുറച്ച് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓർത്ത് അയ്യോ ഇതിൻ്റെ വീഡിയോ എടുത്തില്ലെന്ന്. അപ്പോഴത്തേ അതിൻ്റെ ആ വീഡിയോ ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങൾ. പിന്നെ രാവിലെ ആണെങ്കിൽ പിള്ളേർക്കുള്ള ഫുഡ് മാത്രമേ ഞാൻ കുക്ക് ചെയ്തുള്ളൂ, കാരണം അവർ 7 മണിക്ക് മുമ്പ് സ്കൂളിൽ കൊണ്ടാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കുള്ളത് ഞാൻ കുക്ക് ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാണ് വീട്ടിലോട്ട് പോയത്. പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. ഇനി ഇതുപോലെ മോർണിംഗ് ഡ്രൈവ് ഒക്കെ പറ്റുവാണെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ബായ്.